ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1592. ഇന്ന് മെയ് മാസം 10-ാം തീയതി 131-ാമത്തെ ദിവസത്തിലെത്തി. ഇന്നലെ സ്വർഗാരോഹണ പെരുന്നാൾ ദിനമാണ്. അവിടുന്ന് ഒരു 10 ദിവസം കാത്തിരിപ്പിന്റെ ദിനങ്ങളെന്നാണ് പരിശുദ്ധ സുറിയാനി സഭ വിശേഷിപ്പിക്കുന്നത്. പെന്തക്കോസ്തി പെരുന്നാളിലേക്കുള്ള 10 ദിനങ്ങളുടെ കാത്തിരിപ്പാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ചൈതന്യം വന്ന് പൊതിയാനായിട്ട് നമുക്കും ഓരോ ദിനവും കാത്തിരിക്കാം. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയായിരിക്കും. ഈ കാത്തിരിപ്പ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ എന്തുമാത്രം നിലനിർത്തുന്നുണ്ടെന്നറിയാം. കാത്തിരിക്കാനായിട്ട്, പ്രതീക്ഷിച്ചിരിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഏതൊരാളുടെയും ജീവിതം എന്തുമാത്രം ദുർബലമാണ്, എന്തുമാത്രം മരവിച്ചതാണ്, നനവില്ലാത്തതാണ്, ഉണങ്ങി വറ്റി വരേണ്ടതാണ്. ഒരു വലിയ വാഗ്ദാനമാണ് യേശുവിൻ്റെത്. അത് നമ്മൾ ഓർക്കാതെയോ കാണാതെയോ പോകരുത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ഏറ്റവും ഒടുവില് അത് നമുക്കായിട്ട് കാത്തുകിടപ്പുണ്ട്. ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് സ്വർഗാരോഹണ വേളയിലാണ്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. യുഗാന്തം വരെ, യുഗങ്ങളുടെ അവസാനം വരെ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിസ്സാരമായ ഒരു വാഗ്ദാനമല്ല, ഒരു ഉറപ്പല്ല യേശുവിൻ്റെത്. പിന്നെ കാത്തിരിക്കണം, ആ പ്രത്യാശയിലായിരിക്കണം. കൂടെ യേശുവുണ്ട്. യേശു പറഞ്ഞത് എക്കാലവും, എല്ലാ ദിനവും, എല്ലാ നിമിഷവും നിങ്ങളേറെ സുരക്ഷിതരാണ് എന്നല്ല. എല്ലാം ഏറ്റവും ക്രമമായിട്ടും ഭംഗിയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചും നിങ്ങളുടെ ഉള്ളിലെ അത്യാഗ്രഹങ്ങൾ ആർത്തിയുമനുസരിച്ചും എല്ലാം ഇണങ്ങി വരുമെന്നും അല്ല പറഞ്ഞത്. പറഞ്ഞത് ഒപ്പമുണ്ടാവുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് ദുർബലമായ ഇടങ്ങളിലും, ഏത് അപകടം പിടിച്ച അവസരങ്ങളിലും, എന്തുമാത്രം കഠിനമായ വേദനയുടെ വേളയിലും യേശു ഒപ്പമുണ്ടെന്നുള്ളതാണ്. ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു ഒപ്പമുണ്ടാവും. അത് ഒരു വലിയ ആശ്വാസത്തിന്റെ ദൂതാണ്. കൂടെ ഉണ്ടാവുമെന്നാ പറഞ്ഞു. ഈ കൂടെയുള്ള യേശുവിനെ ഒന്ന് തിരിച്ചറിയാനായിട്ട്, ആ യേശുവിന്റെ വലിയ വാഗ്ദാനങ്ങളിലൊക്കെ ഒന്ന് വിശ്വസിക്കാനായിട്ട്, പ്രത്യാശയോടുകൂടി ആ വാഗ്ദാനങ്ങളിൽ നമുക്കും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. കുറച്ചുകൂടി നല്ലതിലേക്കാണ് നമ്മൾ ഓരോരുത്തരുടെയും ചുവടുവെപ്പ്. കുറച്ചുകൂടി നല്ലത് സംഭവിപ്പാനായിട്ട് ഇരിപ്പുണ്ട്. ആ ഒരു കരുതലില്, ആ ഒരു ബോധത്തില്, വിചാരത്തില് ആശ്വസിക്കാം, കാത്തിരിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.